കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗുണന പട്ടിക പഠിച്ചിട്ടുണ്ട്. ഇനി ഈ ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് ഗുണിക്കുന്നത് എന്ന് പഠിക്കാം. അപ്പൊ ചെറിയൊരു സംഖ്യ തന്നെ ആദ്യം എടുക്കാം അല്ലേ. 2 ഗുണിക്കണം 4 ആണെങ്കിൽ ഒരൊറ്റ സംഖ്യയെ ഉള്ളെങ്കിൽ 4 2 നമ്മൾ ഗുണന പട്ടിക പഠിച്ചിട്ടുണ്ട്. 2 4 അല്ലെ 4 2 എത്രയാ 8 8 അല്ലേ. ഇനി രണ്ടക്ക സംഖ്യ മുകളിൽ വരികയാണെങ്കിൽ 25 25 ഇൻറ്റു 2 ആണ് എന്ന് കൂട്ടിക്കോളി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സംഖ്യയെ ഇവിടെയുള്ള ഫസ്റ്റ് സംഖ്യ കൊണ്ട് ഗുണിക്കണം. അപ്പൊ 2 5 അല്ലെ 5 2 എത്രയാ 5 2 എത്രയാ 10 ആണ് അല്ലേ. അപ്പൊ 10ന്റെ 0 ആണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. 10 ആണ് കിട്ടുന്നത്. അതിൻ്റെതാ വൺസിന്റെ സ്ഥാനത്തുള്ള സംഖ്യ ഇവിടെ ഇടാം. എന്നിട്ടോ ഈ 1 ബാക്കി 1 നമുക്ക് ഇവിടേക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ, കൂട്ടാനുള്ളതാണ്. അതവിടെ വെക്കുക. എന്നിട്ട് ഇതിനെ ഗുണിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് 10 കിട്ടിയത്. അപ്പം നമ്മളിവിടെ 0 എഴുതി. ഇനി ബാക്കി 1 ഇവിടെ എഴുതി. ഇനി ഈ 2നെ അടുത്ത സംഖ്യ കൊണ്ട് ഗുണിക്കണം. 2 2 എത്രയാണ് 2 × 2 എത്രയാണ് 4 ആണ് അല്ലേ. അപ്പോൾ 4നോട് പ്ലസ് 1 അപ്പം എത്രയാ 5. അപ്പം നമുക്ക് 50 കിട്ടിയില്ലേ. ഇനി താഴെയും മേലെയും 2 സംഖ്യകൾ ഉണ്ടെങ്കിലോ അപ്പം 25 തന്നെ എടുക്കാം. 25 × 12 ആണെന്ന് കൂട്ടിക്കോളി. താഴെയുണ്ട് മേലെയുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു സംഖ്യ ഇതിനെ കൊണ്ട് ഗുണിക്കുക. പിന്നെ ഇതിനെ രണ്ടാമത്തെ സംഖ്യ കൊണ്ട് ഗുണിക്കുക. നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ചെയ്യാം. 2 5 10 ബാക്കി 1 2 2 4 4 1 5 ഇത് ചെയ്ത പോലെ നമുക്ക് കിട്ടിയല്ലോ. ഇനിയാണ് നമ്മൾ ഈ ബാക്കിലുള്ള സംഖ്യ എടുക്കേണ്ടത്. ഈ സംഖ്യനെ നമ്മൾ എന്ത് ചെയ്യണം, 2 കൊണ്ട് ചെയ്ത പോലെ തന്നെ 1നെ 5 കൊണ്ട് ഗുണിക്കണം. ഒരു 5 എത്രയാണ് 1 × 5 5 ആണല്ലേ. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, ആ 5 എഴുതേണ്ടത് ഈ 1ന്റെ താഴെയാണ് കേട്ടോ. ഈ 0ന്റെ താഴെ എഴുതരുത്. ഈ ഒരു സംഖ്യനോടല്ലേ നമ്മൾ ഗുണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ 1 × 5 5 പിന്നെ 1 × 2 അല്ലേ. 1 × 2 അപ്പോൾ ഇതിൻ്റെ തൊട്ട് ബാക്കോട്ട് 1 × 2 2 എന്നിട്ട് വരയ്ക്കുക. ഇവിടെ നമ്മൾ പ്ലസ് ചെയ്യാണ് ചെയ്യേണ്ടത്, കൂട്ടുകയാണ് ചെയ്യേണ്ടത്. 0 ഇറക്കി എഴുതുന്നു. 5 5 അല്ലേ 5 5 10 10 ആണ്. അതിന് 0 ബാക്കി 1 ഇവിടെയാണ് വേണ്ടത്. 2നോട് കൂട്ടുക. അപ്പോൾ എത്രയായി 3. അപ്പോൾ നമുക്ക് വേറൊരു സംഖ്യ കൂടെ ചെയ്ത് നോക്കാം അല്ലേ. 67 × എത്രയാ 67 ഗുണിക്കണം. നമുക്കൊരു 3 എടുക്കല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 3യെ 7 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 3 7 എത്രയാ ഒരു 7 7 2 7 14 3 7 21 ആണ് 21. അതിൽ നമ്മൾ ഏത് സംഖ്യയാണ് ഇങ്ങോട്ട് എഴുതേണ്ടത്, ഇതാ വൺസിന്റെ സ്ഥാനത്തുള്ള സംഖ്യ. ആ 21 ഇവിടെ 2 ഇവിടേക്ക് പ്ലസ് ചെയ്യാനുള്ളതാണ്. അപ്പം നമ്മൾ അപ്പം തന്നെ അത് ഇവിടേക്ക് എഴുതി വെക്കട്ടോ, ചെറുതാക്കിയിട്ട്. എന്നാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും. പിന്നെ ഈ 3യെ നമ്മൾ 6 കൊണ്ട് ഗുണിക്കണം. അപ്പം 3 6 എത്രയാണ് 18 ആണ് അല്ലേ. 18 ആവുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ബാലൻസ് 2 കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ 18ഉം 2ഉം 20. അപ്പൊ ആൻസർ എത്രയാണ് 201. ഇനി ഞാൻ ഒരു നമ്പർ തരുമ്പോൾ ഒന്ന് ചെക്കാക്കി മക്കൾ ചെയ്ത് നോക്കി കേട്ടോ. എന്നിട്ട് അതേ ആൻസർ എന്നാണോ കിട്ടുന്നത് നോക്കുക. ഇനി നമുക്ക് താഴെയും മേലെയും 2 അക്ക നമ്പർ എടുക്കാം. 76 × 23. ഇത് നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തു. അപ്പം അതിൻ്റെ ഒരു മോഡൽ ഒന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 3 6 എത്രയാണ് 18 ആണ്. അപ്പം 8 ബാക്കി 1. ഇനി ഈ 3ന് ഇപ്പുറത്തെ സംഖ്യ കൊണ്ട് 3 7 21 ആണ്. 21ലേക്ക് 1 കൂട്ടുമ്പോൾ 22. ഇനി 2 6 എത്രയാ 12. 12ൻ്റെത് നമ്മൾ എവിടെ എഴുതണം, നേരെ ഇവിടെ ചോട്ടില്. എന്നിട്ട് ബാക്കി 1 ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് 2 7 14. 14ഉം ബാക്കിയുള്ള 1ഉം കൂട്ടുമ്പോൾ 15. അപ്പം എത്രയാ 8 2ഉം 2ഉം 4 2ഉം 5ഉം 7 1 ഇറക്കി എഴുതുന്നു. അപ്പോൾ ആൻസർ കിട്ടിയോ? നമുക്ക് മനസ്സിലായോ എങ്ങനെയാ ഗുണിക്കേണ്ടതെന്നുള്ളത്. ഇനി നമുക്കൊരു 3 അക്ക സംഖ്യ ചെയ്ത് നോക്കാം അല്ലേ.
മൂന്നക്ക സംഖ്യ ഏതെടുക്കാം? 342 ഗുണിക്കണം 4. ഇങ്ങനെ മൂന്നക്കം മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് 4 2 8. ആദ്യം ഈ താഴെയുള്ള സംഖ്യ ഫസ്റ്റ് സംഖ്യ കൊണ്ട്, പിന്നെ താഴെ അതിൻ്റെ ബാലൻസ് വരികയാണെങ്കിൽ അപ്പുറത്തേക്ക് ബാലൻസ് വെക്കുക, ഇല്ലെങ്കിൽ അതേ സംഖ്യ താഴോട്ട് എഴുതുക, പിന്നെ ഈ സംഖ്യ അടുത്ത സംഖ്യ കൊണ്ട്, പിന്നെ ബാക്കിലെ സംഖ്യ കൊണ്ട്, അങ്ങനെ മുന്നിൽ നിന്ന് ബാക്കോട്ടാണ് കേട്ടോ വരേണ്ടത്. അപ്പോൾ 4 2 8 താഴെ എഴുതി. 4 4 എത്രയാണ്? 4 × 4 16 ആണ് അല്ലേ? 16 ആണ്. അപ്പോൾ നമ്മൾ 6 1 നമുക്ക് ബാലൻസ് തൊട്ട് ബാക്കിലേക്ക് എഴുതി വെക്കാം. എന്നിട്ട് 3 × 4 എത്രയാണ്? 12 ആണ് അല്ലേ? 12 ആണ്. അപ്പോൾ 12ഉം 1ഉം 13. അപ്പോൾ 1368 ആണ് ഉത്തരം കിട്ടുന്നത്. ഇപ്പൊ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇനി നമുക്കൊരു മൂന്നക്ക സംഖ്യ രണ്ട് ഭാഗത്തും വരികയാണെങ്കിൽ സ്റ്റെപ്പ് ചെയ്യുന്നത് നോക്കല്ലേ. ചെറിയ നമ്പർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ, വേഗം മനസ്സിലാവും. 2 1 3 × 1 2 3 ഇത്രയും മതി. ചെറുത് എന്നാൽ പെട്ടെന്ന് മക്കൾക്ക് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, പഠിക്കുകയാണല്ലോ. അപ്പൊ 3 × 3 എത്രയാണ്? 9 ആണ് അല്ലേ? അപ്പൊ നമ്മളിവിടെ 9 എഴുതി. പിന്നെ തൊട്ട് ബാക്കിലെ സംഖ്യ 3 കൊണ്ട് തന്നെ, പിന്നെ അടുത്തത് 2 കൊണ്ടല്ല കേട്ടോ, 3 കൊണ്ട് തന്നെ തൊട്ട് ബാക്കിലത്തെ സംഖ്യ 3 × 1 3 ആണ്. ഇനി 3 × 2 എത്രയാണ്? 6 ആണ്. അപ്പോൾ എഴുതുന്നേരം ഓരോന്നിൻ്റെയും നേരെ താഴെ തന്നെ എഴുതാം. ഇനി അടുത്ത സംഖ്യ 3ന്റെ നമ്മൾ 3 കൊണ്ടും ഗുണിച്ചിട്ട് എഴുതി. ഇനി 2വിന് നമ്മൾ 3 കൊണ്ടും ഗുണിക്കണം. അപ്പൊ 2 × 3 നമ്മൾ എഴുതേണ്ടത് 2ന്റെ ചെയ്യുന്ന സമയത്ത് 2ന്റെ നേരെ താഴെ. അപ്പൊ 2 × 3 എത്രയാണ്? 6. 2 × 1 അപ്പൊ തൊട്ട് ബാക്കിൽ 2, പിന്നെയോ 2 × 2 അപ്പൊ അതിന്റെ ബാക്കിലായിട്ട് 4. അപ്പൊ നമുക്ക് മൂന്നക്കം ഉണ്ടായത് കൊണ്ട് തന്നെ 3 കൊണ്ടും 2 കൊണ്ടും നമ്മൾ ചെയ്തു. ഇനി 1 കൊണ്ട് ചെയ്യാനുണ്ട് അല്ലെ. 1 × 3 എത്രയാണ്? 3 തന്നെ. അപ്പൊ നമുക്കത് 1ന്റെ നേരെ താഴോട്ടാക്കിയിട്ടാണ് എഴുതേണ്ടത്. പിന്നെയോ 1 × 1 1 1 × 2 അപ്പൊ പുറകിലായിട്ടാണ് കേട്ടോ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഒന്ന് വരയ്ക്കാം. 9 ഇറക്കി എഴുതുന്നു, കൂട്ടാനൊന്നും ഇല്ലാത്തതിനോണ്ട് സെയിം സംഖ്യ. പിന്നെ 6ഉം 3ഉം 9 ആണ്, 6ഉം 2ഉം 8, 8ഉം 3ഉം 11 ആണ്. അപ്പോൾ 1 ബാക്കി 1, 4ഉം 1 എത്രയാ? 5, 5ഉം 1ഉം 6, 2 ഇറക്കി എഴുതുന്നു. അപ്പൊ ഒറ്റ 10 100 1000 10000 അല്ലെ? 26,199 ആണ് ഉത്തരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മുതൽ വീഡിയോസിൽ കമൻ്റ് ഇടാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ മക്കൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കമൻ്റ് ഇട്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ ഇടുന്നതാണ്. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.